ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിന്ദുസ് നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മീനില്ലാതെ മീൻ പീരയുടെ അതേ ടേസ്റ്റിൽ ഒരു കറി വയ്ക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധാരണ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണിത്. നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കോവയ്ക്കയുടെ വലുപ്പം അനുസരിച്ച് 4 or 5 ഒക്കെ ആയിട്ട് മുറിക്കാം. പല മൂപ്പിലുള്ള കോവയ്ക്കയാണിത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ചിലത് കുറച്ച് മൂത്തത് കൊണ്ട് ചിലത് പിഞ്ചുമാണ്. ഞാനെല്ലാം അങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവോള നീളത്തിലാണ് കീറിയേക്കുന്നത്. അത് നടുവെ ഒന്ന് മുറിച്ചിട്ടാണ് അരിഞ്ഞേക്കുന്നത്. 1 ഇഞ്ച് കഷ്ണമുള്ള ഒരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി. 4 വലിയ പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇച്ചിരി ചരിച്ചാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, ഒരു വലിയ മുറി തേങ്ങ. ഒരു കഷ്ണം കുടംപുളി ചെറുതായിട്ട് കീറി വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചേക്കുന്നു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർക്കാനുണ്ട്. അത് ഞാൻ ചേർക്കുമ്പോൾ കാണിക്കാം. കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചതച്ച് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വേണമെങ്കിലും എടുക്കാം. ഒരു 10-15 എണ്ണം എടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ സവോളയാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം. നന്നായിട്ടൊന്ന് തിരുമ്മി തന്നെ യോജിപ്പിക്കണം. സ്പൂൺ വെച്ച് ഇളക്കിയാൽ പോരാ. ഇതിനകത്തേക്ക് ഇനി നമ്മൾ കുതിരാൻ വെച്ചേക്കുന്ന പുളിയും ആ വെള്ളവും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ മീൻകറിയുടെ അതേ സ്മെല്ലാണ് വരുന്നത്. എരിവ് വേണ്ടവർ കുറച്ചുകൂടെ മുളക് ചേർക്കുകയോ മുളക് പൊടി ചേർക്കുകയോ ചെയ്യാം. മുളക് പൊടി ചേർക്കുമ്പം കറിയുടെ കളറിനൊരു മാറ്റം വരും. പച്ചമുളക് ചേർത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ കറിയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊന്ന് പിടിക്കണം. നമുക്കിപ്പം തന്നെ കഴിക്കാൻ തോന്നുന്ന തരത്തിലുള്ളൊരു സ്മെല്ലാണ് വരുന്നത്. നല്ലൊരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കോവയ്ക്കായിലേക്ക് ഉപ്പ് പിടിച്ച് കഴിയുമ്പം ആവശ്യത്തിനുണ്ടാവുകയില്ല. ഇനി ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 250
കറി അടുപ്പത്ത് വെക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് നമുക്ക് തീ കത്തിക്കാം. വെള്ളത്തിൻ്റെ അളവ് ഇതുപോലെയാണ് നിൽക്കുന്നത്. കോവയ്ക്ക കഷ്ണങ്ങൾക്ക് താഴെ വരണം, മുകളിലേക്ക് വരല്ലേ. ഞാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഞാൻ തീ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കാം. നമ്മുടെ കറി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതൊരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം. കോവയ്ക്ക വേവാനുണ്ട്. അതിൻ്റെ പച്ച നിറമൊന്നും മുഴുവൻ മാറിയിട്ടില്ല. അപ്പം നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്ന് കോവയ്ക്ക വെന്തോ വെള്ളം പറ്റിയോ എന്നൊക്കെ ഒന്ന് നോക്കാം. കോവയ്ക്ക ഒരു 1/4 വേവായിട്ടുണ്ട്. അല്പം കൂടെ വെള്ളം വറ്റാനുമുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം. ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിനുണ്ട്, ഞാൻ നോക്കി. ഇനി എരിവ് നല്ലപോലെ വേണ്ടവർ 1-2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് തുറന്ന് വെച്ച് ഇതിൻ്റെ ബാക്കിയുള്ള വെള്ളം കൂടെ പറ്റിച്ചെടുക്കാം. അപ്പോഴത്തേക്കും കോവയ്ക്ക ബാക്കി വേകാനുള്ളതും കൂടെ ആയിക്കോളും. ഒരു 3-4 മിനിറ്റും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. കറി പാകത്തിനായിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കോവയ്ക്ക പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഒരു മീൻ പീര വറ്റിച്ചതിൻ്റെ സ്മെല്ലാണ് വരുന്നത്. അതേ ടേസ്റ്റുമാണ്. നമുക്ക് ചോറൊക്കെ ഉണ്ണാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഇതുണ്ടെങ്കിൽ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് പരിചയമുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.